Again, വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ 2025 ഇറങ്ങിയിട്ടുള്ള ലാസ്റ്റ് സീരീസ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ട്രിലോജി സീരീസ് ഇല്ലേ, ഹോം കമ്മിങ്, ഫാർ ഫ്രം ഹോം പോലുള്ള സിനിമകൾ. ഈ സിനിമയുടെ എല്ലാ സംവിധാനമായിട്ടുള്ള ജോൺ വാൾസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് കോപ്പ് കാർ. 2015 ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു സിനിമയാണിത്. ഇതിൻ്റെ ഒരു പ്ലോട്ട് എനിക്ക് ഭയങ്കര വിയേർഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് സാധാരണ രീതിയിൽ അങ്ങനെ സിനിമകളിൽ സംസാരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്ലോട്ട്. ഈ പ്ലോട്ട് തന്നെയാണ് ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പ്ലോട്ട് പറയുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടു നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നത്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ആ ഒരു പ്ലോട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെ ടെക്സസ് എന്ന് പറഞ്ഞ ടെക്സസിലെ ഒരു ഗ്രാമപ്രദേശമാണ് സിനിമ കാണിച്ചു കൊടുക്കുന്നത്. അതിലൂടെ നടന്നു വരുന്ന 2 കുട്ടികൾ, അധികം പ്രായമൊന്നുമില്ല, ഒരു 7 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികളാണ്. ഏറിയാലൊരു 10 വയസ്സ്, അതിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരിങ്ങനെ നടന്നു പോകുന്നു. അവർ എൻ്റെ ഇടയ്ക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പം വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് ഇവർക്കൊരു പോലീസ് കാറിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കുന്നു. ഒരു പോലീസ് കാർ കിടക്കുകയാണ്, ചുറ്റും ആരുമില്ല. അപ്പം ഇവരങ്ങനെ ആ പോലീസ് കാർ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവർ ദൂരെ നിന്ന് ഏതോ ഒരു വിചിത്ര ജീവിയെ നോക്കുന്ന പോലെ ഈ പോലീസ് കാർ നോക്കുന്നുണ്ട്. പതിയെ ഇവർ അടുത്ത് നിന്ന് പോലീസ് കാറിന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും സാധാരണയായിട്ട് പോലീസുകാരുണ്ടെങ്കിൽ അതിനകത്തൊരു പോലീസുകാരനുണ്ടാവണം. പക്ഷേ അതിനകത്തോ ആ പരിസര പ്രദേശത്തോ ഒന്നും തന്നെ പോലീസുകാരനില്ല. അപ്പോൾ പോലീസുകാരനില്ല എന്നൊരു മനസ്സിലാക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇവർക്ക് ധൈര്യം കൂടി. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ആ കാറ് തുറന്ന് അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഡോറ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഡോർ ഓപ്പണായി കിടക്കുന്നു. ആ ഡോർ ഓപ്പൺ ചെയ്തവർ അകത്ത് കയറിയിട്ട് സ്റ്റിയറിംഗ് പിടിച്ച് വണ്ടി ഓടിക്കുന്ന കണക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇവരൊരു പോലീസ് കാറിൻ്റെ അകത്തേക്ക് കയറുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല ഈ 2 കുട്ടികളുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് ഇവർക്കാകെ ഒരു കാറിൻ്റെ ചാവിയും കിട്ടുന്നുണ്ട് ആ വണ്ടിക്കാരന്. അപ്പോൾ ഇവർ വീഡിയോ ഗെയിമൊക്കെ കളിച്ച് വണ്ടി ഓടിച്ച് പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാവിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി അങ്ങ് സ്റ്റാർട്ടാകുന്നു. പിന്നീട് വണ്ടി ഓടിച്ച് ഈ 2 പിള്ളേർ പോകുന്നതും ആ പോലീസുകാരൻ, അതായത് അവിടെ കാറ് കൊണ്ടിട്ട പോലീസുകാരൻ ഈ പിള്ളേരെ തേടി പോകുന്നതുമാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്ലോട്ട് കണ്ടതിന് ശേഷമാണ് ഈ ഒരു സിനിമ കണ്ടു നോക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സിനിമ കണ്ടിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത്, ഇത് പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ. അതായത് സിനിമ കഥ പറഞ്ഞ് തുടങ്ങി കുറേ നേരത്തേക്ക് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ്. അതായത് ഈ 2 കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ അവർ കാറുമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കാർ ഇവർക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഇവർ ഈ പറയപ്പെടുന്ന രീതിയിൽ വീഡിയോ ഗെയിം കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ആ രീതിയിൽ കാർ ഓടിക്കുന്നു എന്നൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. സിനിമയിൽ അങ്ങനെ അധികം ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല, കഥയിൽ ചോദ്യമില്ലല്ലോ. പ്രത്യേകിച്ച് അമേരിക്കയിലാണ് കഥ നടക്കുന്നത്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ചിലന്തി കടിച്ചിട്ട് സ്പൈഡർമാൻ ഉണ്ടായി എന്ന് വിശ്വസിപ്പിക്കാൻ പ്രാപ്തിയായിട്ടുള്ള സിനിമാക്കാരുള്ള ആ ഒരു നാട്ടിൽ നിന്നും കുട്ടികൾ വാഹനം ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇപ്പം ഗ്രൗണ്ടിലൂടെയാണ് ഇവർ ആദ്യമേ വാഹനം ഓടിക്കുന്നത്. അപ്പം എങ്ങനെ വേണേൽ ഓടിക്കല്ല, എവിടെയും പോയി ഇടിക്കത്തില്ല. പിന്നീട് ഒരു മെയിൻ റോഡിലേക്കും വണ്ടി ഓടിച്ച് കയറ്റുന്നുണ്ട്. അവരങ്ങനെ 2 കുട്ടികളും വണ്ടി ഓടിക്കുന്നുണ്ട്. മാറിയും തിരിഞ്ഞും നല്ല പ്രൊഫഷണൽ ഡ്രൈവേഴ്സിനെ പോലെ അവർ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം നമ്മൾ ഈ കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ അവിടെ ആ കാറ് കൊണ്ടിട്ടതിൻ്റെ പിന്നിലുള്ള ദുരൂഹത എന്താണ്, ആരാണ് ആ കാർ അവിടെ കൊണ്ടുവന്നിട്ടത്, ആ കാറിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള പോലീസുകാരൻ ആരാണ് എന്നൊക്കെ നമുക്ക് റിവീൽ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ സിനിമ കാണുന്നത് ഈ പോലീസ് ഓഫീസറുടെ വ്യൂ പോയിന്റിൽ നിന്നാണ്. അതൊരു ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറച്ച് നേരം ഈ പറയപ്പെടുന്ന കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നു. കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോലീസുകാരൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് സിനിമയാണ്. അപ്പം നമുക്ക് തീരുമാനിക്കാം ആരുടെ ഭാഗത്താണ് ന്യായം, ആർക്കാണ് ആ പോലീസുകാരെ തിരികെ കിട്ടേണ്ടത്. കുട്ടികൾ ആ കാറുമായിട്ട് പോകണോ അതോ ഈ പോലീസുകാരനെ തിരിച്ച് കിട്ടണോ? അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും. ഞാൻ കുറേ നേരം കുട്ടികളുടെ സൈഡിൽ നിന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും പോലീസുകാരൻ്റെ സൈഡിലേക്ക് പോയി. ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടു നോക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് ഒരു വളരെ ടൈറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. ടൈറ്റായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരുപാട് ആക്ടേഴ്സ് ഇല്ല. ഈ 2 കുട്ടികളും പോലീസുകാരനും പിന്നെ ഒരു സ്ത്രീയും മാത്രമാണ് സിനിമയിൽ പ്രധാനമായിട്ടും ഡയലോഗ് എങ്കിലും ഉള്ള ആക്ടേഴ്സ് എന്ന് പറയാവുന്നത്. അതിൽ തന്നെ നമ്മുടെ നായകൻ, അതായത് പ്രതിനായകനായിട്ടുള്ള പോലീസുകാരന് പോലും ഡയലോഗ് വളരെ കുറവാണ്. അപ്പോൾ അത് എന്നിട്ട് പോലും ഈ സിനിമ 1 മിനിറ്റ് പോലും എനിക്ക് ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ സിനിമ ഒരു 8 ടിപ്പിന് തന്നെ ഇരുന്ന് മൊത്തം കണ്ടു. 1 മിനിറ്റ് പോലും ലാഗ് തോന്നാതെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഇതിൻ്റെ പ്ലോട്ട് ഭയങ്കരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചത്. നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് സിനിമ മൊത്തത്തിൽ കണ്ടു തീർന്നപ്പോഴത്തേക്കും തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ക്ലൈമാക്സ്
ഒരുപക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കങ്ങോട്ട് ക്ലൈമാക്സ് അങ്ങോട്ട് നല്ല രീതിയിൽ വർക്കായിട്ടില്ല. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള പാർട്ട് വരെയൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ആ പിള്ളേരായിട്ട് വന്നിട്ടുള്ള 2 കുട്ടികളുടെ അഭിനയമാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, ഒരു തരത്തിലുള്ള വെറുപ്പിക്കലോ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇട്ട് അങ്ങനത്തുള്ള പരിപാടികളൊന്നുമില്ല. രണ്ടുപേരും നല്ല നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വളരെ വിയേർഡായിട്ടുള്ള ഒരു പ്ലോട്ടായിട്ട് പോലും നല്ല രീതിയിൽ സസ്പെൻസ് കൊണ്ടുവരാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സംവിധായകൻ്റെ കഴിവാണ്. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ബാക്കി സിനിമകൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്ലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കഴിവ് അല്ലെങ്കിൽ വൈഭവമുള്ള സംവിധായകനാണെന്നുള്ളത് ഉറപ്പാണ്. സിനിമയിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും അധികം ഇല്ല. പക്ഷേ ഈ ഒരു പോലീസുകാരൻ്റെ സൈറൻ മുഴങ്ങുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു സീനിൻ്റെ തീവ്രതയൊക്കെ കൃത്യമായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിനൊക്കെ ആ ഒരു സൗണ്ട് ഡിസൈനൊക്കെ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു എന്താ പറയുന്നത്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നല്ലൊരു സിനിമ അനുഭവം ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് മീ രോഹിത് സൈനിങ് ഓഫ്. You are watching Absolute Cinema. Bye bye.